അമ്മയിൽ കൂട്ടരാജി. താരസംഘടനയായ അമ്മയിൽ മോഹൻലാൽ അടക്കം എക്സിക്യൂട്ടീവ് കമ്മിറ്റികളെല്ലാവരും രാജിവെക്കുന്നു. ഇത് ഒരു ചരിത്ര സംഭവമായിട്ട് വേണം വിലയിരുത്താൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുകിൽ നടക്കുന്ന സമയത്താണ് മോഹൻലാൽ അടക്കമുള്ള സംഘടനാ നേതാക്കൾ മുഴുവൻ രാജിവെക്കുന്നത്. ഇതിനു മുമ്പ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചിരുന്നു. അതിനുശേഷം പല നടന്മാരെക്കുറിച്ചും വലിയ ശക്തമായ ആരോപണങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഈ സമയത്താണ് മോഹൻലാൽ അടക്കമുള്ള എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ച് ഒഴിയുന്നത്. പുതിയ കമ്മിറ്റീനെ തിരഞ്ഞെടുക്കേണ്ടി വരും. മലയാളത്തിലെ സിനിമാ രംഗം, പ്രത്യേകിച്ച് അമ്മ എന്ന് പറയുന്ന സംഘടനയടക്കം വളരെ സംഭവബഹുലമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മലയാള സിനിമയെ പിടിച്ചു കുലുക്കുകയാണത്. പ്രത്യേകിച്ച് പല നേതാക്കളും പല പ്രമുഖരായ നടന്മാരും, പ്രത്യേകിച്ച് പൃഥ്വിരാജ് അടക്കമുള്ള നടന്മാരൊക്കെ വളരെ ശക്തമായി അമ്മയ്ക്കെതിരെ രംഗത്ത് വന്ന സമയത്താണ്. അതായത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പലപ്പോഴും പല നടന്മാരും അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊണ്ടില്ല എന്നും അമ്മയെ പരസ്യമായി മാധ്യമങ്ങൾക്ക് വിചാരണ ചെയ്യാൻ വിട്ടുകൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ള തലക്കെട്ടുകൾ കൊടുക്കുകയോ ഒക്കെ ചെയ്ത ജഗദീഷിനെ പോലുള്ള നടന്മാരൊക്കെ തന്നെ അമ്മ എന്ന സംഘടനയെ പബ്ലിക്കിന് മുമ്പിൽ അവഹേളിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഉർവശിയെ പോലുള്ളവർ, പാർവതി തിരുവോത്തിനെ പോലുള്ള പ്രമുഖരായ നടിമാരും പ്രധാനപ്പെട്ട നടന്മാരുമൊക്കെ തന്നെ അമ്മ എന്ന സംഘടനയ്ക്ക് എതിരായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ നിലപാടുകൾ കൊടുക്കുകയും മാധ്യമങ്ങൾക്ക് ആവശ്യമുള്ള തലക്കെട്ടുകൾ അവർ നൽകുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മയുടെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കെല്ലാം ഇതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പ്രത്യക്ഷ രാജിയിലേക്ക് നീങ്ങുന്നത്. മോഹൻലാൽ അടക്കമുള്ള എല്ലാ നടന്മാരും, എല്ലാ പ്രധാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളും രാജിയിലേക്ക് ഒരുങ്ങുന്നു എന്നാണ് സൂചന. ഉടൻ തന്നെ എല്ലാവരും രാജി അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടുകൂടി അമ്മ എന്ന സംഘടന ഇതുവരെ അത് രൂപീകരിച്ച കാലം മുതൽ ഇതുവരെ ഉണ്ടായിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മുമ്പ് തിലകൻ വിഷയമൊക്കെ വലിയ പ്രതിസന്ധിയായി മാധ്യമങ്ങളിൽ വന്നിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി പിന്നീട് ദിലീപ് വിഷയം വളരെ സജീവമായി, അതിജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ സജീവമായി വന്നിരുന്നു. എന്നാൽ ഇത് ഒരിക്കലും അമ്മയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉണ്ടാവാത്ത സംഭവമാണ്. പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരും രാജിക്കൊരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് രാജിവെച്ചിരുന്നു, നമ്മൾ പറഞ്ഞു ഓൾറെഡി. അത് മാത്രമല്ല, ഇതൊന്നിലും നിൽക്കുന്നില്ല, നേരിട്ട് എല്ലാവരും രാജിയിലേക്ക് ഒരുങ്ങുകയാണ്. അങ്ങനെ മലയാള സിനിമാ ലോകം സംഭവബഹുലമായി മാറുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അലയൊലികൾ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അമ്മ പിളരുമോ? യുവനടന്മാരും അടക്കമുള്ള മറ്റൊരു സംഘടനയിലേക്ക് അവർ നീങ്ങുമോ? അതായത് സമാന്തരമായ സംഘടനകൾ വരാൻ സാധ്യതയുണ്ടോ? സമാന്തരമായ പാനലുകൾ അവതരിക്കപ്പെടുമോ? കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. സമാന്തരമായ സംഘടനകൾ ഉണ്ടാകുമോ? സമാന്തരമായ പാനലുകൾ അവതരിക്കപ്പെടുന്നോ? ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തും സംഭവിക്കാം മലയാള സിനിമയിൽ. ഇത് മലയാള സിനിമയിലെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു സമയം കൂടിയാണ്. മലയാളത്തിലെ പ്രമുഖ താരരാജാക്കന്മാരെല്ലാം തന്നെ, പ്രധാനപ്പെട്ട അവരെ ചുറ്റിപ്പറ്റിയുള്ള പ്രമുഖ നടന്മാരെല്ലാം തന്നെ രാജിക്കൊരുങ്ങുകയാണ്. ഇതിന് പകരം ഇനി പുതിയ നേതൃത്വത്തിലേക്ക് ആര് വരും എന്ന് കാത്തിരുന്ന് കാണണം. മോഹൻലാൽ ഒഴിഞ്ഞ കസേരയിലേക്ക് ഇനി ആര് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒരിക്കലും അത് മമ്മൂട്ടിയായിരിക്കാൻ സാധ്യതയില്ല. പൃഥ്വിരാജ് ആ സമയത്തേക്ക് വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൃഥ്വിരാജ് പുറത്തുനിന്ന് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച വ്യക്തിയാണ്. പക്ഷേ നമ്മൾ അന്നും പറഞ്ഞിരുന്നു, പുറത്തുനിന്ന് കളി കാണാൻ വളരെ സുഖമാണ്, പക്ഷേ ഗ്രൗണ്ടിലിറങ്ങി കളിക്കാനാണ് പ്രയാസം. ഇപ്പോൾ മോഹൻലാലിന് പകരം പൃഥ്വിരാജ് വരുമോ എന്ന് കാത്തിരുന്ന് കാണണം. മറ്റേതെങ്കിലും ഒരു പുതിയ നടൻ വന്നാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഏതായാലും ഒരു അഡ്ഹോക് കമ്മിറ്റിക്കാണ് സാധ്യത. അതാര് ലീഡ് ചെയ്യുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒരു തലമുറ മാറ്റം ഉണ്ടാകുമോ അമ്മയിൽ എന്നുള്ളതും നമ്മൾക്ക് കാത്തിരിക്കേണ്ടതാണ്. മലയാള സിനിമാ ലോകത്ത് പ്രത്യേകിച്ച് അമ്മയിൽ വലിയ മാറ്റങ്ങൾക്കാണ് ഇനി തുടക്കം കുറിക്കുന്നത്.